ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്. എൻ്റെ പേര് പ്രതിഭ കൃഷ്ണമൂർത്തി. നിഷ മാമിൻ്റെയും എൻ്റെയും ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും മാം എൻ്റെ ലൈഫിലും എൻ്റെ ജേർണിയിലും എന്തോരം ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളോട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുമാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് ഐ ആം ഇൻ എ ട്വിൻ ഫ്ലെയിം ജേർണി. 2.5 വർഷത്തോളം ആവുന്നു ഈ ജേർണിയിൽ. ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇനിഷ്യൽ ടൈം എന്ന് തന്നെ പറയാം, ഒരു 8 months ആയപ്പോൾ ഐ വാസ് സ്ട്രഗ്ലിങ്. ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തു, ഇത് ഈ ജേർണി ആണെന്ന് ഡീപ്പ് ഇൻസൈഡ് അറിയാം, പക്ഷെ എനിക്ക് എൻ്റെ മൈൻഡിന് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കിടന്ന് ലൂപ്പിൽ കറങ്ങാൻ ഐ വാസ് ഇൻ ഡീപ്പ് പെയിൻ ഇന്റേർണലി. ബിക്കോസ് സത്യം എന്താണെന്ന് അറിയാം, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മൈൻഡിൻ്റെയും ഈഗോയുടെയും ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ വട്ടം തിരിയുന്ന അവസ്ഥയുണ്ട്. ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് ദിസ് ജേർണി. ആ ടൈമിൽ ഒരു ദിവസം എനിക്ക് കുറച്ച് എക്സ്പീരിയൻസസ് എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആരോടാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു ടൈമിൽ റാൻഡമായിട്ട് എൻ്റെ പേജിൽ നിഷ മാമിൻ്റെ യൂട്യൂബ് വീഡിയോ വരികയും, ഞാൻ ആക്ച്വലി 8 months ആയിട്ട് ഞാൻ ഈ ട്വിൻ ഫ്ലെയിംസിനെ പറ്റി സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിൽ ഞാൻ കണ്ടു, മേ ബി ആ ടൈം കറക്റ്റ് ആയിരുന്നിട്ടുണ്ടാവില്ല എനിക്ക് മാമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പക്ഷെ ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ഈ ജേർണിയിൽ, എനിക്ക് ഒരു മേജർ ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമായിരുന്നു അത് എടുക്കാതെ ഞാൻ വട്ടം തിരിയുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ എൻ്റെ പേജിൽ എൻ്റെ മുമ്പിൽ മാമിൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നു. ഞാൻ നോക്കുമ്പോൾ മലയാളി, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. മലയാളി എന്നുള്ളത് ഒഴിച്ച് മാമിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയപ്പോൾ ഐ കുഡ് റിലേറ്റ് ഇതിനെ ഒത്തിരി. മാമിൻ്റെ പേജിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഈ ട്വിൻ ഫ്ലെയിം ജേർണിനെ ഫാന്റസൈസ് ചെയ്ത്, ഒരു റൊമാൻറ്റിസൈസ് ചെയ്ത് സംസാരിക്കാതെ ഇതിൻ്റെ ആക്ച്വൽ ഫാക്ട്സ് പറയുന്ന ഒരു സോൾ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ അങ്ങനെ ഒരാളെയാണ് ഞാൻ ആഗ്രഹിച്ചത്, അല്ലെ എനിക്ക് ആവശ്യമായിരുന്നത്. ഞാൻ ആഗ്രഹിച്ചതിന് കൂടുതൽ എനിക്ക് എന്താണോ ആ ടൈമിന് കറക്റ്റായിട്ട് എനിക്ക് ആരെയാ വേണ്ടതാ, അങ്ങനെയാണല്ലോ ദൈവം നമ്മളെ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ ടൈമിൽ കൃത്യമായിട്ട് മാമിന്റെ പേജ്, ഭഗവാൻ അറിയാം ആ സമയത്ത് എനിക്ക് വേണ്ടത് നിഷ മാമിനെ ആയിരുന്നു. അങ്ങനെ മാമുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ കൗൺസിലിംഗ് സെഷൻ ഫോണിൽ ഞാൻ ഫുൾ ഈഗോ മൈൻഡിലാണ്. ഞാൻ എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ് എല്ലാം പറയുന്നത്. മാം വളരെ ശാന്തമായിട്ട്, മാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി, നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ കൃത്യമായിട്ട് പുള്ളിക്കാരിക്ക് അറിയാം. കുറേ ഈഗോ റിലേറ്റഡ് കാര്യങ്ങൾ പറയാൻ പോവാണെന്ന് എല്ലാം അറിയാം, പക്ഷെ അതിനെ ഒന്നും ജഡ്ജ് ചെയ്യാതെ വളരെ ശാന്തമായിട്ട് അതിനെ കേൾക്കണം. നമ്മൾ എവിടെയാണോ നിൽക്കുന്ന ആ സ്റ്റേജിലോട്ട് മാം അവിടെ വന്ന് നമ്മളെ മീറ്റ് ചെയ്യും. അല്ലാതെ മാം നിൽക്കുന്ന സ്റ്റേജിലോട്ട് നമുക്ക് മനസ്സിലാവാത്ത സ്റ്റേജിലോട്ടൊന്നും നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരൂ എന്ന് കൊണ്ട് വരികയല്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നതെന്ന് മാമിന് ആദ്യം മനസ്സിലാവും. അവിടെ വന്ന് നമ്മൾ പറയുന്നത് മുഴുവൻ ക്ഷമയോടെ കേൾക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഗൈഡൻസ് തരും. എന്താണ് ആ പോയിന്റിൽ നമ്മൾ നോക്കേണ്ടത്, എങ്ങോട്ടാണ്. ഒരിക്കലും മാം ഇത് ചെയ്യൂ അത് പറഞ്ഞിട്ടില്ല, അത് പറയത്തുമില്ല. അതൊരു നല്ലൊരു ഗൈഡ് ഒരിക്കലും അങ്ങനെയല്ല പറയാം, നിങ്ങൾ ഇതാ ചെയ്യേണ്ടത്. നമ്മൾ കാണിച്ചു തരും, പോയിന്റ് ചെയ്ത് തരും. അവിടെയാണ് പ്രശ്നം, അവിടെ ഒന്ന് നോക്കിക്കൂടെ എന്ന് മാം ഒന്ന് സജഷൻസ് തരും. ആൻഡ് ആ സജഷൻസ് വളരെ വിലപ്പെട്ടതായിരിക്കും നമ്മുടെ ജേർണിയിൽ. അങ്ങനെ മാം എനിക്ക് തന്ന ഫ്യൂ സജഷൻസ്, പിന്നെ മാമിന്റെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം എന്നെ ചിന്തിപ്പിച്ച കുറച്ച് വാക്കുകൾ, അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജേർണിയിൽ. മേജർ ഡിസിഷൻസ് എടുക്കാനും മേജർ ട്രാൻസ്ഫോർമേഷൻസ് വരാനും. എവിടെയാണ് ഞാൻ ലൂപ്പിൽ കറങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ മാം അത് പോയിന്റ് ചെയ്ത് തരും. അവിടെയാണ്, അങ്ങോട്ടൊന്ന് നോക്കൂ. എന്നിട്ട് എന്നോട് തന്നെ പറയും, അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ എന്ന് നോക്കൂ. പിന്നെ ആ ഒരു വാക്ക് മതി നമ്മളെ ചിന്തിപ്പിക്കാൻ. ഓക്കെ, റൈറ്റ്, അതാണ് ദ ട്രൂ ഗൈഡ്. നമ്മളെ കറക്റ്റായിട്ട് വഴിയിലോട്ട് അവർ നമുക്ക് വേണ്ടി ചെയ്തു തരില്ല, അവർ നമുക്ക് ഡയറക്ഷൻ കാണിച്ചു തരും. ഈ ഡയറക്ഷനിലോട്ട് പൊക്കൂടെ, ഈ ഡയറക്ഷനിലോട്ട് നോക്കിക്കൂടെ, ഈ ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യേണ്ടത്. അതാണ് എനിക്ക് മാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു
കാര്യം. നമ്മളെ വഴക്ക് പറയോ, ഇൻസിസ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ മാം നിൽക്കുന്ന തലത്തിലോട്ട് നമ്മളെ നിങ്ങളൊന്നും നിൽക്കുന്ന കറക്റ്റ് അല്ല, ഇങ്ങോട്ട് വരൂ എന്നുള്ളതൊന്നും അല്ലാണ്ട് ജഡ്ജ് ചെയ്യാതെ നമ്മള് എവിടെയാണോ നിൽക്കുന്നത് അവിടെ വന്ന് നമ്മുടെ വിഷമം കൃത്യമായിട്ട് മനസ്സിലാക്കി, കൃത്യമായിട്ട് ഗൈഡൻസ്, ഒരുപാട് വാക്കുകളിലല്ല അത് തരുന്നത്, 1-2 പോയിന്റ്സിലാണ്. അത് മാത്രം മതിയാവും നമുക്ക് മുമ്പോട്ട് പോവാൻ. അങ്ങനെ മാം എന്നെ എന്റെ ജേർണിയുടെ പല ഘട്ടങ്ങളിൽ ഞാൻ മാമിനെ കോൾ ചെയ്തിട്ടുണ്ട്. ഒരു ഞാൻ വളരെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്ന പല സമയത്ത് എനിക്ക് മാമിനെ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പല സമയത്ത് ഓരോ ജങ്ചറാണ്, ഓരോ ഡിസിഷൻ എടുക്കണം. ഓരോ ജങ്ചറിൽ ഞാൻ മാമിനെ ഫോൺ ചെയ്യും. അപ്പൊ മാം എന്നെ ക്ഷമയോടെ കേൾക്കും ആദ്യം കുറെ, എന്നിട്ട് അവസാനം ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങോട്ടൊന്ന് നോക്കിക്കോളൂ എന്ന് പറയും. അത് കറക്റ്റ് ആയിരിക്കും. അത് പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് ആലോചിക്കുമ്പോഴായിരിക്കും കറക്റ്റ്, അവിടെ തന്നെയാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടതുള്ളത്. അങ്ങനെ ഒരുപാട് വിസ്റ്റം സൂക്ഷിക്കുന്ന ഒരാളാണ്. കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സോളാണ്. അഫ്കോഴ്സ് ഇതൊന്നും ഇവിടെ തുടങ്ങിയ ബന്ധമല്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇതൊക്കെ ഇറ്റേണൽ ആയിട്ടുള്ള ബന്ധങ്ങളാണ്. ഇറ്റേണൽ ആയിട്ട് നമ്മളൊക്കെ കണക്റ്റഡ് ആണ് മാമിനെ. അപ്പോൾ അത് ഈ 3D വേൾഡിലും അത് മാമിനോട് കണക്ട് ചെയ്യാൻ പറ്റിയതിലും മാമിന്റെ ഗൈഡൻസ് എൻ്റെ ജേർണിയിൽ എനിക്ക് കിട്ടിയതിലും അതെന്നെ ഹെൽപ്പ് ചെയ്തത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല. അത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ എൻ്റെ പവറിൽ വരാനും എൻ്റെ ഓത്തന്റിസിറ്റിയിൽ വരാനും എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു മേജർ സോളാണ് ഒരു മാം. എൻ്റെ ഈ ജേർണിയിൽ നമ്മളെ ഒരാളല്ല 1-2 പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എടുക്കുമ്പോഴേക്കും ഫസ്റ്റിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ആദ്യം ചിന്തിക്കുന്നത് മാമിനെയാണ്. മാമിനോടൊന്ന് സംസാരിച്ചാലോ, ആദ്യം വരുന്ന മുഖവും മാമിന്റെയാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഫോൺ ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, കൗൺസിലിംഗ് സെഷന് മാത്രമല്ല, അല്ലാതെയും ഇവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ പേർപ്പസിലോട്ട് കണക്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് മാമിന്റെ മുഖമാണ്. ആൻഡ് യു നോ ദാറ്റ് ഐ ലവ് യു എ ലോട്ട്. ഒരുപാട് ഇഷ്ടമാണ് മാം. ഇനിയും ഇതുപോലെയുള്ള ഇനിയും മുമ്പോട്ട് മാമിന് ഒരുപാട് സഞ്ചരിക്കാനുണ്ടെന്നും ഒത്തിരി സോൾസിനെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നും എനിക്കറിയാം. ഓൾ ദ വെരി ബെസ്റ്റ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ജേർണിയിൽ സപ്പോർട്ട് ഇല്ലാണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. വേണം സപ്പോർട്ട്. ഇനിഷ്യൽ ഫേസസിൽ എന്തായാലും വേണം, അങ്ങോട്ടും വേണ്ടി വരും. ആൻഡ് അതിനാണ് മാമിന് ഇനിയും ഒരുപാട് റിസോഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ. മാമിന്റെ പാത്തില് എല്ലാവിധ എന്താ പറയുക പ്രാർത്ഥനയും സ്നേഹവും ഞാൻ അയക്കുകയാണ്. Thank you so much, ma'am, from the deepest core of my heart. Thank you.